ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫാരീസ് ആൻഡ് മോം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വഴി കിട്ടും. കണ്ണിന് കുളിർമയും നാവിന് രുചിയും നൽകുന്ന ഒരു അടിപൊളി ബീറ്റ്റൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബീറ്റ്റൂട്ടാണ്. ഒരു വലിയൊരു ബീറ്റ്റൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അത് നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ എടുത്ത് അതിലോട്ട് നമ്മളെ ഈ കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളമാണ് വേണ്ടത്. അപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു 1-1.5 ഗ്ലാസ്സോളം വെള്ളം ഞാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഒരു 1-2 വിസിൽ അടിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ ബീറ്റ്റൂട്ട് വെന്ത് കിട്ടും. അപ്പം ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ബീറ്റ്റൂട്ട് എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ ബീറ്റ്റൂട്ട് എടുത്ത് മാറ്റി വെക്കുമ്പോൾ നമ്മൾ അതിന് കുറച്ച് ഗ്രേവി നമ്മൾ ഇട്ട ഒരു വെള്ളം ഉണ്ടായിരിക്കുമല്ലോ, ആ വെള്ളം നമ്മൾ സൈഡിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് അത് ഇനി നമ്മൾ ഈ ബീറ്റ്റൂട്ട് പച്ചടിയിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് കളയരുത്, അതേപോലെ സൈഡിൽ തന്നെ വെച്ചോട്ടെ. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് ചൂടാറുന്നിടം വരെ നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് നമുക്കിത് മൊത്തത്തിലായിട്ട് ചേർത്ത് കൊടുക്കുക. മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലുള്ള വെള്ളം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഒരു സ്പൂൺ അടിച്ചു കൊടുത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ആ വെള്ളമൊന്നും ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ഒരു സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചെറിയൊരു കുഞ്ഞ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ അടിച്ച് വെച്ചിരിക്കുന്നത് പേസ്റ്റ് നമുക്കതിലോട്ട് മാറ്റാം. അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം. ചിരകിയ തേങ്ങ ഒരു 4 സ്പൂണോളം ഞാൻ തേങ്ങ എടുക്കുന്നുണ്ട്. 4 സ്പൂണ് തേങ്ങ. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക്. അപ്പം ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് കടുകാണ്. കടുകും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുകും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് വെള്ളമാണ് വേണ്ടത്. ഇതൊന്ന് അരയാൻ പാകത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഈ അരച്ച പേസ്റ്റ് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിരിക്കുന്ന വീട്ടിലോട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ആ മിക്സ് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നല്ല തിക്കായിട്ട് തന്നെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ അതിലൊരു സ്പൂൺ വേണമെങ്കിൽ കുറച്ചുകൂടെ ലൂസ് ആകാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ആ വെള്ളം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് നല്ല കറക്റ്റ് ഒരു പരുവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് തൈര്. നമ്മളത് ലാസ്റ്റാണ് നമ്മളിത് തൈര് ചേർക്കുന്നത്. അപ്പം നമ്മളിതെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് തൈരെടുത്ത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൈരെടുത്ത് ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിന് തന്നെ നമ്മളവിടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചിട്ടാൽ മതി. നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് കടുക്, ചെറിയ ഉള്ളി, ചുവന്ന മുളക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് ഇതൊന്ന് താളിച്ച് നമ്മളെ റെഡി ആയിട്ടിരിക്കുന്ന പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.